ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഡോക്ടർ കൊണ്ടോട്ടിയാണ്. ഞാനിപ്പോൾ പോണ്ടിച്ചേരിയിലെ KMCCന്റെ ഓഫീസിലാണ് കേട്ടോ. KMCCന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ പറയാ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് KMCC എന്നുള്ളത്. ജാതി മത ഭേദ വ്യത്യാസമില്ല, എല്ലാവരും മനുഷ്യരായിട്ട് കണ്ട് മറ്റുള്ളവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായിട്ട് കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KMCC. മുസ്ലിം ലീഗിന്റെ കീഴിൽ നടന്ന ഈ സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനം ഞാനിവിടെ പോണ്ടിച്ചേരിയിൽ വന്നപ്പം എൻ്റെ കണ്ണുമുമ്പിൽ കണ്ടത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം എന്താ പറയാ മേൽനോട്ടം നയിക്കണം നമ്മുടെ ചാലിയത്തുള്ള പ്രിയപ്പെട്ട കോയാക്കൻ്റെ കൂടെ കോയാക്കാനോട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ കോയാക്ക എന്തൊക്കെ ഇവിടെ നമ്മളെ കീഴിൽ പ്രവർത്തനങ്ങൾ നടക്കലുണ്ട്? അസ്സലാമു അലൈക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് രാവിലെ 10 മണി മുതൽ 11:30 വരെ കഞ്ഞി കൊടുക്കും. പിന്നാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് റൂം ശരിയാക്കിയാൽ നമ്മളെ റൂമല്ല, റൂം ഇവിടെ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ റൂം ഏൽപ്പിച്ചു കൊടുക്കും. അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇവിടെ നമ്മളെ വിളിച്ചാല് ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും മരിച്ചാല് അത് നമ്മൾ പോയിട്ട് വാങ്ങി കുളിപ്പിക്കണവർക്കാണെങ്കിൽ കുളിപ്പിച്ച് കൊടുക്കും. അതിനുള്ള ഇവിടെ സംവിധാനം ഉണ്ട്. അത് അല്ലെങ്കിൽ ആംബുലൻസിൽ വിടുകയാണ്, ആംബുലൻസിൽ വിട്ടു കൊടുക്കും. ബോഡി ഹോസ്പിറ്റലിൽ അതിലേക്ക് വാങ്ങി നിയമ തടസ്സങ്ങളൊക്കെ നീക്കി ബന്ധുക്കൾക്ക് ഒപ്പരം പോയിക്കാണ് നമ്മൾ സഹായിച്ചു കൊടുക്കും. പിന്നാണെങ്കിൽ ആംബുലൻസ് നമ്മളെടുത്തുണ്ട്. ആംബുലൻസ് ഇവിടെ പുറത്ത് പോണതിനാണ് കുറച്ച് പൈസക്കാണ് നമ്മൾ പോണത്. ഡീസലിന്റെ പൈസയും ഡ്രൈവറുടെ പൈസയാണ് വാങ്ങുന്നത്. പിന്നെ ആണെങ്കിൽ റമദാനിന് നമ്മളിവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും അത്തായം കൊടുക്കും. പിന്നെ ഇവിടെ ബ്ലഡ് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എങ്ങനെങ്കിലൊക്കെ ഓടിക്കയച്ച് എങ്ങനെങ്കിലൊക്കെ ശരിയാക്കി കൊടുക്കും. ചിലപ്പോൾ കിട്ടാറുണ്ട്, ചിലപ്പോൾ കിട്ടലില്ല. അങ്ങനെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ വലിയൊരു ഭാവി പരിപാടി ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് എന്നുള്ളൊരു ആശയത്തിലേക്ക്. അതെന്തായാലും KMCC മുന്നിട്ട് ഇറങ്ങിയിട്ട് നടക്കാത്ത ഒരു പരിപാടിയില്ലല്ലോ. അതിനിപ്പോൾ ആരൊക്കെ എതിർത്താലും തടസ്സം നിന്നാലും KMCC ഇറങ്ങി തിരിച്ചിട്ടേ നടത്തിയ ചരിത്രമേ ഉള്ളൂ. നമ്മൾ കൺമുമ്പേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട് പോലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താ പ്രവർത്തനം എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന രോഗികളായിട്ട് വരുന്നവർക്ക് ഇനി പുറത്ത് താമസിക്കേണ്ട ആവശ്യം വരില്ല. സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് ബിൽഡിംഗ് പണിയാനുള്ള പ്ലാനിങ്ങും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ മുനവറിൽ തങ്ങൾ മാഷാ അല്ലാഹ്, നമ്മളെ മുത്തുമണി നമ്മളെ തങ്ങളാണല്ലോ അതിന്റെ പ്രസിഡന്റ്. അപ്പം എന്തായാലും അത് നടക്കും, അതിൽ യാതൊരു അംശമില്ല. അപ്പം വരും കാലങ്ങളിൽ ഇനി വരുന്ന മലയാളികൾക്ക് ഒരു ആശ്വാസമാണ്. പ്രശ്നം എന്താണ്, ഇവിടെ കിഡ്നി മാറ്റി വെക്കാൻ വരുന്നവർക്ക് ഡയാലിസിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഡയാലിസിന്റെ കാര്യത്തിനാണ് നമ്മൾ തോന്നുന്നത്. കാരണം ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ 400 രൂപ അങ്ങോട്ട് പോകണം, 400 രൂപ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ 800 രൂപ, പിന്നെ 2200 രൂപ അവിടെ ഡയാലിസിന് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഒരു 3 വിഷയമായിട്ട് ഇവിടെ വരുന്നവർക്ക് കിഡ്നി മാറ്റി വെക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് മാത്രം ചെയ്യും. മാഷാ അല്ലാഹ്, ഒരു ഡയാലിസ് സെന്ററും കൂടെയാണ് ഭാവിയിലുള്ള പ്ലാനിങ്ങിലുള്ളത് കേട്ടോ. അതൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ പോണ്ടിച്ചേരി KMCCയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാണ്. നമ്മുടെ തങ്ങളാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും. അപ്പൊ ഈ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് കേട്ടത് സൗജന്യ കഞ്ഞി വിതരണം. രാവിലെ 10 മണി മുതൽ 11 മണി വരെ ഇവിടെ അതേപോലെ പാത്രം വെച്ചിട്ട് ആൾക്കാർ പോകും. കാരണം ഒരു ഇതൊക്കെ രോഗികളെ ആൾക്കാരാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് അറിയ സമയം. അപ്പോൾ ഇതേപോലെ ഇവിടെ പാർസലാക്കി ഇവിടെ വെക്കും. അവർ വന്നിട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോവുക. വെച്ച് തേകാഞ്ഞിട്ട് ഇതാ കോയക്ക രണ്ടാമോ വെച്ചാണ്ട് കൊണ്ടിരുന്നു. എന്തേ കോയക്ക രണ്ടാമോ ആൾക്കാർ വന്നോ? രണ്ടാമോ വെച്ചതല്ലേ? അതായത് സമയം കഴിഞ്ഞാലും വന്നാലും സാധനം കിട്ടും. 11 മണി വരെ എപ്പോ വന്നാലും കിട്ടൂലേ? ഇതാണ് ഈ ചെറിയ അരി കൊണ്ടുണ്ടാക്കാൻ സൂപ്പർ രോഗികൾക്ക് കുടിക്കാൻ പറ്റിയ രീതിയിലാക്കി കൊടുത്തത്.